ഹലോ ഫ്രണ്ട്സ്, ഒരു ചെറിയ കൃഷി വീഡിയോ കാണിക്കാവേ. എന്തോ ഞാൻ നട്ടിട്ടിപ്പോൾ ഒരു 10 ദിവസമായി കാണും. ഇത് കോളിഫ്ലവർ ആണ്. തൈ മേടിച്ചതാണ്. 4 രൂപ കൊടുത്ത്. 4 രൂപ. അവർ 10 ചോദിച്ചാൽ 15 തരും. പക്ഷേ 10 പൈസ കൊടുത്താൽ മതി. അങ്ങനെ വന്നതാണ്. ചിലതൊക്കെ ഒരു ഞാരണ്ട് പോലെയൊക്കെ നിൽക്കുന്നത്. ഇതിപ്പോൾ ഞാൻ മണ്ണുമൊക്കെ ഇട്ട്, മണ്ണ് കരികില, പിന്നെ മണ്ണ് നേരത്തെ തയ്യാറാക്കി കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു 2-3 ദിവസം കുമ്മായമൊക്കെ ഇട്ട് ഇളക്കിയിട്ടു. അത് കഴിഞ്ഞിട്ട് ചാണകപ്പൊടി, എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂട്ടി മിക്സ് ചെയ്ത് ആ മണ്ണും പിന്നെ അതിൻ്റെ ഈ മണ്ണ് കുറച്ചിട്ടേച്ച് അതിൻ്റെ ഇടയ്ക്ക് കരികിലയിടും. അങ്ങനെ നട്ടു. നട്ടൊരു 5-8 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനിത് ഈ കൊന്നയില്ല, നമ്മുടെ കണിക്കൊന്ന അല്ലാത്ത ചീമക്കൊന്നയുടെ തണ്ടാണ്. പക്ഷേ അത് ഞാൻ പച്ചയ്ക്കാണ് ഇട്ടതേ. പച്ചയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത കുഴപ്പം എന്നാണെന്നറിയോ, അതിന് ഈ മഴക്കാലം ആകുമ്പോൾ അതിന് പൂപ്പൽ പിടിക്കും. അങ്ങനെ ഒരു 1-2 ചെടി എൻ്റെ പോയിട്ടുണ്ട്. ആ പൂപ്പൽ നമ്മുടെ തൈയുടെ ചുവട്ടിലോട്ട് പിടിച്ചിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ മാറ്റിയിട്ടിരിക്കുക. ചുവട്ടിൽ നിന്ന് മാറ്റിയിട്ടിരിക്കുക. ഇതിനകത്ത് ഞാനിത് ഇതുപോലത്തെ ചെടിയാണ്. ഇത് തന്നെ ഈ കുറ്റി ബീൻസ്, അതാണ് 3 ഉണ്ടായിരുന്നതാണ് ഇത്. അത് ആ ഒരു കുറ്റി ബീൻസ് പോയി. ഇപ്പം ഞാൻ അതിനകത്ത് വേറൊരു കാബേജിൻ്റെ തൈ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് ചുമ്മാ അതിനകത്ത് കുഴിച്ച് വെച്ചിരിക്കുക. ഇത് അതുപോലെ കേട്ടോ. ഇതൊക്കെ പരീക്ഷിച്ച് നോക്കാം. ഇതിൻ്റെ ചുവട് അഴുകിയിട്ട് ഞാൻ അതിൻ്റെ മുട്ടും എല്ലാം കൂടെ കൂട്ടി മണ്ണിനകത്ത് മാന്തി വെച്ചിരിക്കുക. പിടിക്കുമല്ലോ നിർത്തില്ല, പിടിച്ചാൽ പറിച്ച് ഇതിനകത്ത് വെക്കണം. അപ്പോൾ ഇതിൻ്റെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ നടുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇത് വലിയ പണിയൊന്നുമില്ല കേട്ടോ. നമ്മുടെ ആവശ്യത്തിനുള്ള, വീട്ടിലെ ആവശ്യത്തിനുള്ളത് കിട്ടും. ഇത് ചുമന്ന ഇനത്തിലുള്ള വെണ്ട. ഇതിന് 3 രൂപയുള്ളൂ കേട്ടോ നഴ്സറിയിൽ നിന്ന്. ഞാൻ കണക്കൊപ്പിച്ച്, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. എന്നാലും ഒരു ചില്ലറയില്ലാത്തതുകൊണ്ട് 2 അങ്ങനെ തന്നെ 5 രൂപയാണ്. അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നുള്ളൂ ഉള്ളൂ. ഞാൻ നിറച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. പിന്നെ ഞാനിത് കൂടുതൽ വില കൊടുത്ത് മേടിക്കാതെ നോക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഇത് പയർ. ഇത് ഞാൻ വിത്ത് മേടിച്ചതാണ്, ഒരു കടയിൽ നിന്ന് മേടിച്ചതാണ്. കണ്ടത് ഈ മീറ്റർ പയറല്ലേ, നീളമുള്ള, അതാണ്. പക്ഷേ അത് പാക്കറ്റ് മേടിച്ചിട്ട് ഞാനൊരു 8-10 കുഴിച്ചിട്ടതാണ്. കിളുത്തുമെല്ലാം. പക്ഷേ അതിൻ്റെ ഇലയുള്ളത് ഇപ്പോൾ ഈ 2 ഉള്ളൂ. ഉള്ളതാട്ടെ. പിന്നെ ഇത് പാവല. ഇത് കണ്ടോ, ഇത് ഞാൻ എങ്ങനെ വെച്ചതെന്ന്, ഇത് മേടിച്ചതൊന്നുമല്ല കേട്ടോ. ഇത് ഞങ്ങൾ വീട്ടിൽ ഉപയോഗിച്ചതിൻ്റെ, എനിക്കിവിടെ പാവലുണ്ട് പുറയിൽ. ഒറ്റ പാവലേ ഉള്ളൂ. അതിൻ്റെ അരി പറമ്പിലിട്ട് അത് കിളുത്ത് അത് ഞാനിപ്പോൾ പറിച്ച് വെച്ചിരിക്കുക. അതിന് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇച്ചിരി ഒരു രാസവളം വല്ല ഇട്ട് കൊടുക്കണം, ഒന്ന് ചുണയായിട്ട് വരാം. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലുപൊടി, ചാണകപ്പൊടിയൊക്കെ ഇട്ടാൽ മതി. പിന്നെ 2-3 ദിവസം കൂടുമ്പോൾ ഇപ്പം നനച്ച് കൊടുക്കണം. മണ്ണിന് അധികം ഉണക്ക് തട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനൊരു ചെറിയ കൃഷി വീഡിയോ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇതൊക്കെ എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ്. ഗ്രോ ബാഗ് ഇത് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഒത്തിരി ഗ്രോ ബാഗ് ഉണ്ടായിരുന്നു 3-4 വർഷം മുമ്പ്. എല്ലാം കളഞ്ഞു. ഇതിപ്പം 15 രൂപ മേടിച്ചതാണ് ഗ്രോ ബാഗ്. ഒരു 3 വർഷം ഉപയോഗിക്കാം. എനിക്ക് എൻ്റെ അനുഭവത്തിൽ ചട്ടിയേക്കാളും ലാഭം ഇതാണ്. നമുക്ക് കുഴപ്പമില്ല. ഇതൊരു നീല, ഈ കൊമ്പൻ ചീനിയില്ലേ, നീല മുളകാണ്. നഴ്സറി കാണുമ്പോൾ 1 മേടിച്ചതാണ്, സാമ്പിള്. അങ്ങനെ ഇതിനിപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇനി ഇത് ശോഷിച്ചാണ് നിൽക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഒരു 10-15 ദിവസമായി നട്ടിട്ട്. ഇത്രയൊക്കെ ആയുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ശകലം രാസവളം പൊടിക്ക് ഇടയിൽ ഒടിഞ്ഞ് ഉള്ളൊക്കെ ഇട്ട് കൊടുക്കാവുള്ളൂ. ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഇത് പഴുത്തു പോകും. അതൊക്കെ ചെയ്യാൻ കേട്ടോ. ഇച്ചിരി രാസവളം ഇടുന്നുള്ളതൊന്നും ദോഷമൊന്നുമില്ല. ഈ മരുന്നടിക്കുന്നതാണ് ഈ കേടാകാതെ, അതായത് പുഴുവിനെ നശിപ്പിക്കാനൊക്കെ ഉള്ള ഈ കീടനാശിനി അടിക്കുമല്ലോ, അതാണ് ഏറ്റവും വില്ലൻ. അത് ഞാനങ്ങനെ ഒന്നും ചെയ്യാറില്ല. ചെയ്യുന്നത് ഇപ്പോൾ ഈ വേപ്പെണ്ണ മേടിച്ച് അടിച്ചു കൊടുക്കും 3-4 ദിവസം. അത് അടിക്കുന്നത് നിവൃത്തിയുണ്ട്, നിങ്ങൾ വൈകിട്ടേ അടിക്കാവുള്ളൂ. അത് ഇലയുടെ അടിയിൽ അടിച്ച് കൊടുക്കാൻ, സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഞങ്ങളുടെ ഈ ചെറിയ കൃഷി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ. ഓക്കെ, ബൈ ബൈ.